ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം ആഗമനകാലം 3-ാം ഞായർ. ലൂക്കാസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ വാക്യങ്ങൾ. ജനക്കൂട്ടം അവനോട് സ്നാപകയോഹന്നാനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മറുപടിയായി അവൻ പറഞ്ഞു, 2 വസ്ത്രങ്ങളുള്ളവൻ ഒന്നുമില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനമേൽക്കാൻ വന്നു. അവർ അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, ആരെയും വിരട്ടിയും ചതിച്ചും പിടിച്ചു പറിക്കരുത്. നിങ്ങൾ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ജനം പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ, ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യോഹന്നാൻ എല്ലാവരോടും ഉത്തരമായി പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും. അവൻ്റെ വീശുവറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം പൂർണ്ണമായും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ദഹിപ്പിക്കുകയും ചെയ്യും. മറ്റ് പല ഉത്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സുവിശേഷം അറിയിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരോടും ഏത് ജോലി ചെയ്യുന്നവരോടും മാനസാന്തരപ്പെടാൻ സ്നാപക യോഹന്നാൻ ആഹ്വാനം ചെയ്യുകയാണ്. സാധാരണക്കാരും ചുങ്കക്കാർ എന്ന് വെച്ചാൽ കസ്റ്റംസ് ഓഫീസേഴ്സ്, പട്ടാളക്കാർ, സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും മാനസാന്തരപ്പെട്ടു. സാമൂഹ്യ നീതി 3:11-14, സത്യസന്ധത 3:13, മഹാമനസ്കത 3:11 എന്നിവയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം ചൂടാൻ ആവശ്യപ്പെടുകയായിരുന്നു യോഹന്നാൻ. കത്തോലിക്ക സഭയുടെ മതബോധനം 24:47. ഇവരെല്ലാവരും വന്നവരൊക്കെ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ജനക്കൂട്ടവും ചുങ്കക്കാരും പട്ടാളക്കാരും ഉന്നയിച്ച ചോദ്യം. ഇതേ ചോദ്യം നിയമജ്ഞൻ ചോദിച്ചിട്ടുണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ധനികനായ യുവാവ് ആ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. നല്ല സമരേക്കൻ്റെ ഉപമയാണ് നിയമത്തിന് നൽകപ്പെട്ട ഉത്തരം. അല്ലേ, നല്ല സമരേക്കൻ്റെ ഉപമ. ധനികനായ യുവാവിനോട് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അല്ലേ, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തിരിച്ചു പോകുക, എല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരിക, എന്നെ അനുഗമിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യാനായി ധനികനായ യുവാവിനോട് പറഞ്ഞത്. ഈ സക്കായിയോസിനെ പോലെ വസ്തുവിൽ പകുതി ദരിദ്രർക്ക് പങ്കുവെക്കുമ്പോൾ ഇന്ന് ഈ ഭവൻ രക്ഷ ലഭിച്ചിരിക്കുന്നെന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വത്ത് ദരിദ്രമായി പങ്കുവെക്കുമ്പോൾ ചുരുക്കത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ എല്ലാവരും ഒരേ കാര്യമല്ല ചെയ്യേണ്ടത്. ഈ ജനക്കൂട്ടത്തോട് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു, ചുങ്കക്കാർക്ക് വേറെ ഉത്തരം, പട്ടാളക്കാർക്ക് വേറെ ഉത്തരം, നിയമത്തിന് ഒരു ഉത്തരം, പിന്നെ ധനികനായ യുവാവിന് മറ്റൊരു ഉത്തരം. അപ്പോൾ ഓരോരുത്തരെയും ജീവിതാന്തസ്സും ജീവിത സാഹചര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടാണ് ഉത്തരം നൽകപ്പെട്ടത്. എല്ലാവരും ഒരേ കാര്യമല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ വചനവും എല്ലാവർക്കും ബാധകമാകണമെന്ന് നിർബന്ധമില്ല. ഇതേ ചോദ്യം നടപടി ഗ്രന്ഥത്തിൽ 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നടപടി ഗ്രന്ഥത്തിൽ 3 പ്രാവശ്യം ഒരേ ഉത്തരമാണ് നൽകപ്പെട്ടത്. പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. നടപടി 2:37, 16:30, 22:10. എന്തുകൊണ്ടാണ് സ്നാപകയോഹന്നാനെ പറയണേ? ഇല്ലേ, ഈ ഞാൻ എന്താണ് ചെയ്യുന്നത് ഉത്തരം അവിടെ നടപടി ഗ്രന്ഥത്തിൽ പറയുന്നത് സ്ലീഹന്മാരാണ് പറയണേ. അവരൊക്കെ സ്നാപകന്റെ മാമോയിസ സ്വീകരിച്ചവരാണ് വെള്ളത്തിൽ, യോർദാൻ നദിയിൽ. എന്നിട്ട് ഈ സ്ലീഹന്മാർ പറയാണ്, അതുപോരാ, വെള്ളത്തിൽ പുഴയിലെ മാമോദിസ പോരാ, ജോർദാൻ നദിയിലെ മാമോദിസ പോരാ, അതുകൊണ്ട് രക്ഷ പ്രാപിക്കാനാവില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നദിയിലെ പുഴയിലെ മാമോദിസ പോരാ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വേണം. എന്താണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം? സ്നാപകയോഹന്നാൻ പറഞ്ഞത് തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ യോഹന്നാൻ എല്ലാവരും ഉത്തരമായി പറഞ്ഞതാണ്. അത് അവർക്കൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു, ഇവൻ തന്നെയാണോ മിശിഹാൻ ചോദ്യം ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് യോഹന്നാൻ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, നദിയിൽ, പുഴയിൽ, എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും. ഇതാണ് പെന്തക്കോസ്തായിൽ സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുള്ള സ്നാനമായിരുന്നു പെന്തക്കോസ്തായിൽ ക്രിസ്ത്യാനികൾക്കുള്ളത്. അപ്പോൾ സ്നാപകയോഹന്നാന്റെ മാമോദീസ, പുഴയിലെ മാമോദീസ, ജോർദാൻ നദിയിലെ മാമോദീസ, അതൊരു വെറും ഒരു ഒരുക്കമാണ്, മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരുക്കം. മിശിഹായെ സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും മുകളിൽ നിന്നാണ് സ്വീകരിക്കണേ. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കണേ. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ ജീവജലമാണ് ശിശുക്കളുടെ മേലാണെങ്കിലും മാമോദീസ സ്വീകരിക്കുന്ന ആളുടെ മേലാണ് വീഴുന്നത്. അത് അഗ്നി കൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ്
ഈ മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത്. ലത്തീൻ സഭയിലാണെങ്കിൽ പാസ്റ്ററൽ കാൻഡലാണ് ഈ ഈസ്റ്റർ തന്ന് ഉയർപ്പ് തിരുനാളിലന്ന് കത്തിക്കുന്ന അതേ മെഴുകുതിരിയാണ് ഉപയോഗിക്കുന്നത് മാമോദിസാക്കി. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഈ നിലവിളക്കോ അല്ലെങ്കിൽ കുത്തുവിളക്കോ അങ്ങനെ വിളക്കുകളാണ്. ഇല്ലേ, അഗ്നി കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും ജീവജലം കൊണ്ടുള്ള മാമോദിസയാണ്. അതാണ് പറയുന്നത്, പാപമോചനം വേണമെങ്കിൽ, നിത്യജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കണം. അതായത് പരിശുദ്ധാത്മ കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം സ്വീകരിക്കണം. പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര് അവരൊക്കെ ജോർദാൻ നദിയിൽ പോയി സ്വീകരിച്ചതുപോലെ പമ്പയിലും പെരിയാറിലും ഭാരതപ്പള്ളിയിലും മാമോസം മുങ്ങിയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് കത്തോലിക്ക പള്ളിയിൽ വന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനമേൽക്കുക. ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാരൊക്കെ വിചാരിക്കുന്നത് ഈ ഭാഷാപരത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നതോ, ഭാഷാപരം പരമാവധി ചുരുക്കണമെന്ന് ഒരു അധ്യായം മുഴുവൻ എഴുതിയിട്ടുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാമത്തെ അധ്യായം. ഒരൊറ്റ അധ്യായം മുഴുവൻ പറഞ്ഞിരുന്നത് ഭാഷാപരം വളരെ വിരളമായിട്ട് മാത്രം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വിരളമായിട്ട്. പ്രവചനപരം എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുന്ന വരമാണ്. ദർശനപരം എന്ന് പറയുന്നത് ഈ കണിയാൻ്റെ ദർശനങ്ങളെ പോലത്തെ ദർശനങ്ങളല്ല. എല്ലാത്തിനും കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ പരിശുദ്ധാത്മാവിന് ദാനമെന്ന് വിചാരിച്ചാൽ അവർ കേൾക്കുന്നത് ഭാഷാപരം, പ്രവചനപരം, ദർശനപരം, അത്ഭുത പ്രവർത്തന പരം എന്നൊക്കെയാണ്. അതല്ല പരിശുദ്ധാത്മാവിന് ദാനം. അത് പരിശുദ്ധാത്മ നൽകുന്ന ചില ദാനങ്ങൾ, ബഹുവചനം, വരദാനങ്ങൾ, കരിസ്മ എന്ന് പറയും. പരിശുദ്ധാത്മാവിന് ദാനം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാകുന്ന ദാനം, അതായത് ദൈവിക ജീവൻ, വരപ്രസാദം എന്ന് പറയും. അത് ലഭിക്കുന്നത് കൗദാശിക പിന്തുടർച്ചയിലുള്ള, ശ്ലൈഹിക പിന്തുടർച്ചയിലുള്ള കൂദാശികളിലൂടെ തന്നെയാണ് കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. ഞാനിങ്ങനെ പറയുന്നതിന് കാരണം ഈ കുറേ പേര് ഇപ്പോൾ പെന്തക്കോസ്തക്കാരെല്ലാം തിരിച്ചു വന്നു തുടങ്ങി കത്തോലിക്ക സഭയിലേക്ക്. കുറേ പേരിനും തിരിച്ച് വരാനുണ്ട്. നമ്മുടെ ഈ വീഡിയോസിനകത്തും കുറേ പേര് കേൾക്കാനുണ്ട്. യഹോവ സാക്ഷികൾ കേൾക്കുന്നുണ്ട്, പെന്തക്കോസ്തക്കാരുണ്ട്. അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഈ വചനങ്ങൾ അവരോട് തന്നെ വായിക്കാൻ പറയാണ്. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിനകത്ത് ഈ പറഞ്ഞ വചനങ്ങളുണ്ടെങ്കിൽ അത് വായിക്കുക. 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില വചനങ്ങൾ കാണും. ആ വചനം മാത്രം വായിച്ചാൽ പോരല്ലോ. ആ വചനങ്ങളുടെ കൂടെ ഈ വചനങ്ങൾ കൂടി കേൾക്കുക. എന്നിട്ട് ഹൃദയം തുറന്നെന്ന് വചനത്തോട് സംസാരിക്കുക. വചനം നിങ്ങളോട് സംസാരിക്കട്ടെ. കത്തോലിക്കരാണ് കേൾക്കുന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്ത് ഒരുപാട് പേര് കത്തോലിക്ക സഭ വിട്ടുപോയിട്ടുണ്ട്. അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് പറയുക. അവർക്ക് ബോധ്യം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ പറയുക. ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ, അഗ്നി ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുക. പെന്തക്കോസ്തക്കാരോടും യഹോവ സാക്ഷികളും പറ്റുമെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് പറയണം. അവർ നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞതാണല്ലോ. ഇപ്പം തിരിച്ചവരെ കൊണ്ടുവരാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് പോകണം. വീടാന്തരം കയറി ഇറങ്ങി നമ്മൾ പറയണം. ഈ ആഗമന കാലത്ത് അങ്ങനെ സംഭവിക്കട്ടെ. ക്രിസ്മസിനുള്ള ഏറ്റവും നല്ല ഒരുക്കം ഇതാകട്ടെ. കരോളും മറ്റതൊക്കെ ഉണ്ടെങ്കിലും ആ കരോളിൻ്റെ കൂട്ടത്തിലും ഇതുകൂടി ആവട്ടെ. ക്രിസ്മസ് കരോളോ മറ്റെന്ത് മത്സരം ഒക്കെ ഉണ്ടെങ്കിലും ഈ വചനപ്രഘോഷണമാകട്ടെ ഏറ്റവും നല്ലത്. അതും പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.